ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ജീവിതകഥ പറഞ്ഞു തരാം. ശരിക്കും നടന്ന സംഭവമാണ്. എന്നാൽ അതിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ മാത്രം മാറ്റം വരുത്തിക്കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സ്റ്റോറി പറഞ്ഞു തരുവാൻ പോകുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും പലവിധ കാര്യങ്ങളാണ് നടക്കുന്നത്. അതുപോലെ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണ് ഈ പറയുവാൻ പോകുന്നത്. ഈ കഥയിലെ കഥാപാത്രങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുന്ന പേര് രമ എന്നും രവി എന്നുമാണ്. രമയും രവിയും കൂടെ ജോലി ചെയ്യുന്ന ആളുകളായിരുന്നു. രമയുടെ സൂപ്പർവൈസറായിരുന്നു രവി. 2 വർഷത്തെ സ്നേഹബന്ധത്തിന് ശേഷം അവർ രജിസ്റ്റർ മാരേജ് ചെയ്തു. ഇതറിഞ്ഞ വീട്ടുകാർ പരസ്പരം എതിർത്തെങ്കിലും പിന്നീട് ഇവർ പറഞ്ഞതിലെല്ലാം കൺവിൻസ് ആയതിനു ശേഷം അവരുടെ കല്യാണം വീട്ടുകാർ നടത്തിക്കൊടുത്തു. 2008 അവർ കല്യാണം കഴിച്ചിരുന്നത്. 2 വർഷത്തിന് ശേഷം അവർക്കൊരു കുഞ്ഞു മകൾ പിറന്നു. എല്ലാ കുടുംബത്തെയും പോലെ വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു ഫാമിലി തന്നെയായിരുന്നു രമയുടെയും രവിയുടെയും. അത് കഴിഞ്ഞ് 2013 അവർക്ക് വീണ്ടും ഒരു പെൺകുഞ്ഞു പിറന്നു. എന്നാൽ ഒരു ആൺകുട്ടി വേണമെന്നായിരുന്നു ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാരും ആഗ്രഹിച്ചിരുന്നത്. പതിയെ പതിയെ അവരുടെ കുടുംബ ബന്ധത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങി. ഇതിനിടയിൽ രമയോട് രവി പറഞ്ഞു, നിന്റെ വീട്ടുകാരുമായി ഇനി നിനക്ക് ഒരു ബന്ധവും വേണ്ട. അവർ നമ്മുടെ വീട്ടിലോട്ട് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് രമയോട് രവി പറഞ്ഞു. എന്നാൽ രമയ്ക്ക് രവിയോടുള്ള സ്നേഹം കൊണ്ട് രമ വീട്ടുകാരുമായി അകന്നു നിന്നു. മൂത്ത മകളായതുകൊണ്ട് തന്നെ ഒരുപാട് വിഷമം രമയ്ക്കുണ്ടായിരുന്നു. എങ്കിലും ഭർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചു. ഇതിനിടയിൽ രമയുടെ അച്ഛൻ മരിച്ചു. എന്നാൽ രവിയും രവിയുടെ വീട്ടുകാരും പോകണ്ട എന്ന് പറഞ്ഞു. രമയെ തടഞ്ഞു വെച്ചതുകൊണ്ട് അച്ഛന്റെ മരണച്ചടങ്ങിലൊന്നും രമയ്ക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല. അത് രമയെ മാനസികമായും ശാരീരികമായും ഒരുപാട് തളർത്തി. കർമ്മങ്ങളെല്ലാം രമയുടെ സഹോദരങ്ങളാണ് ചെയ്തിരുന്നത്. അങ്ങനെയിരിക്കെ കാലങ്ങളെല്ലാം കടന്നു പോകുമ്പോൾ 2016 വീണ്ടും ഒരു കുഞ്ഞിന് ജന്മം നൽകി. അതും ഒരു പെൺകുഞ്ഞായിരുന്നു. അന്നേ ദിവസം ഭർത്താവല്ലാതെ ഭർത്താവിന്റെ അമ്മയും വീട്ടുകാരുമൊന്നും ഹോസ്പിറ്റലിലേക്ക് പോയില്ല. കാരണം തുടരെ ഈ പെൺകുട്ടികൾ മാത്രം ജനിക്കുന്നതുകൊണ്ട് രമയോട് അവർക്ക് വല്ലാത്ത ദേഷ്യമായിരുന്നു. എന്നാൽ മൂന്നാമതായും ഒരു പെൺകുഞ്ഞ് ജനിച്ചത് രമയുടെ ഭർത്താവിനെയും രമയെയും കൂടുതൽ അകറ്റാനുള്ള ഒരു കാരണം തന്നെയായി. ഇതിനിടെയാണെങ്കിൽ രവിയുടെ ജോലി നഷ്ടപ്പെട്ടു. ഒരുപാട് ബിസിനസ്സുകളിൽ ലോസ് എല്ലാം വന്നപ്പോൾ ഇപ്പോൾ ജനിച്ച കുട്ടിക്ക് രാശിയില്ല. ആ കുട്ടി കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞ് അവർ ഒരുപാട് ഹോമങ്ങളും മറ്റും ചെയ്തു. ഇത് പതിയെ രമയെയും രവിയെയും അകറ്റിക്കൊണ്ടിരുന്നു. ഇരുവരുടെ ജീവിതത്തിൽ പിന്നെ അങ്ങോട്ട് മുടിഞ്ഞ അടികൾ മാത്രമായിരുന്നു. എന്നാൽ ഇതെല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കുകയായിരുന്നു രമ. കാരണം താനായി തിരഞ്ഞെടുത്ത ഒരു ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ തെറ്റും തൻ്റേത് തന്നെയാണെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് രവിയുമായി പൊരുത്തപ്പെട്ടു പോവുകയായിരുന്നു രമ. ഒരു ആൺകുഞ്ഞ് ജനിച്ചാൽ ഇതെല്ലാം തീരാവുന്നതേ ഉള്ളൂ എന്നാണ് രമ മനസ്സിൽ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ രവിയുടെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ മോശമായ പെരുമാറ്റവും രമ സഹിച്ചും ക്ഷമിച്ചും കൂടെ തന്നെ നിന്നു. അങ്ങനെയിരിക്കെ കൊറോണ കാലഘട്ടത്തിൽ രമ വീണ്ടും ഗർഭിണിയായി. എന്നാൽ ഇത്തവണ റിസ്ക് എടുക്കുവാൻ രവി തയ്യാറായിരുന്നില്ല. സ്കാൻ ചെയ്യാൻ പോയപ്പോൾ രവി കാശ് കൊടുത്ത് കുട്ടിയുടെ ജെൻഡർ എന്താണെന്ന് തിരിച്ചറിഞ്ഞു. അത് വീണ്ടും ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അതിനെ ജനിപ്പിക്കാതിരിക്കുവാനുള്ള വഴിയായിരുന്നു രവി പിന്നെ നോക്കിയിരുന്നത്. രമയെ കൺവിൻസ് ചെയ്തുകൊണ്ട് രവി ഡോക്ടറുടെ അടുത്തോട്ട് കൂട്ടിക്കൊണ്ടുപോയി. ഡോക്ടറോട് പറഞ്ഞു, ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ഇനിയും ഒരു കുഞ്ഞിനെ കൂടി വേണമെന്ന് ഞങ്ങൾ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഗർഭം നിർത്തുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ കുഞ്ഞിനെ അവർക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഡോക്ടറുടെ സമ്മതപ്രകാരം അവർ അബോർഷൻ ചെയ്തു. അതും 5ാം മാസത്തിലായിരുന്നു അവർ അബോർഷൻ ചെയ്തിരുന്നത്. നന്നായി ബ്ലീഡിംഗ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ രമയോട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഒന്ന് ബോഡി ഓക്കെ ആയതിനു ശേഷം മാത്രം ഡെലിവറി നിർത്തിയാൽ മതിയെന്ന്. അതുകൊണ്ട് തന്നെ രമ ഡെലിവറി നിർത്താതെ തിരിച്ചു പോന്നു. എന്നാൽ രവിക്ക് രമയോട് വളരെ ദേഷ്യം തന്നെയായിരുന്നു. 3 പെൺകുഞ്ഞായതിന്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ രമയോടായിരുന്നു രവി തീർക്കാറുള്ളത്. അങ്ങനെയിരിക്കെ രമ വീണ്ടും ഗർഭിണിയായി. 6ാം മാസത്തിലേക്ക് കടന്നപ്പോഴേക്ക് വീട്ടിലൊരു വലിയ വഴക്ക് നടന്നു. ഇതിനിടയിൽ രമയ്ക്ക് വല്ലാതെ ബ്ലീഡിംഗ് അനുഭവപ്പെട്ടു. ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും കുട്ടി പുറത്തോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതും ഒരു ആൺകുഞ്ഞായിരുന്നു. 6ാം മാസത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് മരണപ്പെടുകയായിരുന്നു. അങ്ങനെ എപ്പോഴും അടികളും ബഹളങ്ങളുമായി രമ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെയിരിക്കെ വീണ്ടും രമ പ്രഗ്നന്റ് ആയിരിക്കുന്നു. 4ാമത്തെ കുഞ്ഞിന് രമ ജന്മം നൽകിയിരിക്കുന്നു. അതും ഒരു പെൺകുഞ്ഞു തന്നെ. ഇത് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് തന്നെ രവിയും രവിയുടെ അമ്മയും രമയുമായി ഒരു ബന്ധവുമില്ലാത്ത പോലെ വേറെ വീട്ടിൽ താമസിക്കുകയായിരുന്നു. പ്രസവിച്ചത് അറിഞ്ഞിട്ട് പോലും ഒന്ന് ഹോസ്പിറ്റലിലോട്ട് തന്റെ കുഞ്ഞിനെ കാണാൻ പോലും രവി വന്നില്ല. രവിയുടെ അസാന്നിധ്യത്തിൽ അച്ഛന്റെ അനുജനായിരുന്നു കുഞ്ഞിനെ ഏറ്റുവാങ്ങിയിരുന്നത്. രവി അവരോട് പറഞ്ഞു, ആ കുഞ്ഞിനെ വല്ല ദത്തും നിങ്ങൾ കൊടുത്തോളൂ, എനിക്ക് ആ കുഞ്ഞിനെ ആവശ്യമില്ല എന്നാണ് വീട്ടുകാരോട് രവി പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞിനെ ആരും വാങ്ങാൻ തയ്യാറാവാതിരുന്നപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ബന്ധുക്കളോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് കുഞ്ഞിനെ ഏറ്റുവാങ്ങാത്തതെന്ന്. അപ്പോൾ കുഞ്ഞിന്റെ അച്ഛൻ പറഞ്ഞു, ഇതിനെ വല്ല ദത്തും കൊടുക്കുവാനാണ് പറയുന്നത്, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ഡോക്ടർമാരോട് ചോദിച്ചത്. അങ്ങനെ അവിടെ ഒരു വലിയ ബഹളം തന്നെ ഉണ്ടായി. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഒരു കുഞ്ഞു ലക്ഷ്മിയാണ് പിറന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഇതിനെ 2 കൈകളോട് കൂടി സ്വീകരിക്കൂ എന്ന് പറഞ്ഞു. ഇതറിഞ്ഞ രമ പറഞ്ഞു,
പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ ആർക്കെങ്കിലും ദത്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനും എൻ്റെ മറ്റുള്ള മക്കളും ഇവിടെ ആത്മഹത്യ ചെയ്യുമെന്ന്. കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങളെ 4 പേരെയും നിങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോകണമെന്ന് വാശി പിടിച്ചു. ഇതേ തുടർന്ന് രവി എല്ലാവരെയും വീട്ടിലോട്ട് കൊണ്ടുപോയെങ്കിലും ആ പിഞ്ചു കുഞ്ഞിനെ ഒന്ന് തൊടാൻ പോലും രവി തയ്യാറായിരുന്നില്ല. ആ കുഞ്ഞാണെങ്കിൽ എപ്പോൾ നോക്കുമ്പോഴും രവിയുടെ മുഖത്ത് നോക്കി ചിരിക്കും. എന്നാൽ ആ കുഞ്ഞിൻ്റെ മുഖം പോലും കാണാൻ രവി തയ്യാറായിരുന്നില്ല. രമയാണെങ്കിൽ ആ വീട്ടിലെ ഒരു ജോലിക്കാരിയെ പോലെ മക്കളുടെ പിന്നാലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഭർത്താവിൻ്റെ അമ്മയുടെ അടുത്തുനിന്നും ഭർത്താവിൻ്റെ അടുത്തുനിന്നും കൊടിയ പീഡനമായിരുന്നു രമയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത്. രമയുമായി അകന്നതുകൊണ്ട് തന്നെ രവി ഇതിനിടയിൽ അടുത്തൊരു റിലേഷൻഷിപ്പിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. അതും കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുള്ള ഒരു യുവതിയുമായിരുന്നു രവിയുടെ പ്രണയം. ഇതറിഞ്ഞ രമയ്ക്ക് അത് ഒട്ടും സഹിക്കാനായില്ല. തൻ്റെ ഭർത്താവിനെ പങ്കിടുവാൻ തയ്യാറല്ല എന്ന് രവി സ്നേഹിക്കുന്ന പെണ്ണിനോടും പറഞ്ഞു. എന്നാൽ രവിക്ക് സപ്പോർട്ടായിരുന്നു രവിയുടെ അമ്മ. കാരണം രവിക്ക് ഒരു ആൺകുഞ്ഞ് ജനിക്കണമെന്നായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ട് തന്നെ മകൻ്റെ ഈ പ്രവൃത്തിയിൽ അമ്മ വളരെ അഭിമാനപൂർവ്വം പറയുകയായിരുന്നു, നീ കൊണ്ടുവരികയാണെങ്കിൽ അവളെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന്. ഇതറിഞ്ഞ രമ വളരെ വിഷമത്തിലായി. രമയ്ക്ക് പിന്നെ എന്തു ചെയ്യണമെന്നറിയില്ല. രമയ്ക്ക് മുന്നിലുള്ളത് 4 പെൺകുഞ്ഞുങ്ങളാണ്. അവരുടെ അച്ഛനാണ് ഈ കിടന്ന് കാണിക്കുന്നത്. രമ ഒന്നും നോക്കിയില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തു. രമയെ വീട്ടിൽ നിന്ന് തുരത്തുവാൻ വേണ്ടി അമ്മായിയമ്മ ഒരുപാട് ബഹളങ്ങളും പോരുകളുമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ രമ ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ രമയുടെ സ്ഥാനത്തേക്ക് മറ്റൊരു സ്ത്രീ വരുമെന്ന് രമയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രമ കടിച്ചു പിടിച്ച് അവിടെ നിൽക്കുകയായിരുന്നു. കേസ് കോടതിയിലെത്തിയപ്പോൾ രമ ആകെ ആവശ്യപ്പെട്ടത്, എനിക്ക് ആ വീട്ടിൽ സമാധാനത്തോടു കൂടി എൻ്റെ മക്കളും ഭർത്താവുമായി കഴിയണം. അതിന് എനിക്ക് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കി തരണമെന്നാണ് രമ കോടതിക്ക് മുന്നിൽ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ അവരുടെ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇപ്പോഴും ഇതുപോലെ ചിന്തിക്കുന്നയെല്ലാം ആളുകളുണ്ടോ? എന്തിനാണ് നമുക്ക് ഒരുപാട് മക്കളൊക്കെ? ഒരാൾ പോരെ? ഒന്നിനെ നന്നായി വളർത്തിയാൽ മതി. ഈ സമൂഹത്തിൽ ഒരുപാട് മക്കളെ പ്രസവിച്ച് കൂട്ടിയിട്ട് എന്താണ് പ്രയോജനം? ഉള്ള ഒരു ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും അവരെ സമൂഹത്തിന് മുന്നിൽ വളരെ നല്ല രീതിയിൽ വളർത്തിയെടുത്താൽ മാത്രം മതി. ഇന്നും പെൺകുഞ്ഞിനെയും ആൺകുഞ്ഞിനെയുമെല്ലാം ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ കാണുമ്പോൾ ലജ്ജ തോന്നുന്നു. ദൈവം നമുക്ക് എന്ത് കുഞ്ഞിനെയാണോ തരുന്നത് അതിനെ വളരെ സ്നേഹത്തോടെ കൂടി 2 കൈകൾ നീട്ടി സ്വീകരിക്കുക. ആണെന്നോ പെണ്ണെന്നോ വേർതിരിവ് കാണാതെ അവരെ നമ്മൾ സമൂഹത്തിന് മുന്നിൽ വളർത്തിയെടുക്കുക. ഈ 20-ാം നൂറ്റാണ്ടിലും ജാതകം നോക്കിയും പെൺകുഞ്ഞാണെന്നും നോക്കി അതിനെയെല്ലാം കൊല്ലുന്ന ആളുകളുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. ഇനിയും ഇതുപോലെ ഒരുപാട് റിയൽ സ്റ്റോറീസുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.